കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയത്. വെൽക്കം ബാക്ക് ടു എൻജെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ശരിക്കും ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ചായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻജെ കുറച്ച് ജോലി തിരക്കുമായിട്ട് കുറച്ച് ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് അതിൻ്റെതായ കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് വരാനുള്ള കാരണം നമ്മൾ ലാലേട്ടൻ്റെ ഒരു മൂവിയുടെ ട്രെയിലർ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല. അപ്പോൾ എഗെയിൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഒരു മൂവിയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഏകദേശം അദ്ദേഹത്തിൻ്റെ 2 സിനിമ അടുത്തടുത്ത് ഹിറ്റായല്ലോ. അപ്പോൾ ഒരു ഹാട്രിക് വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു സിനിമയാണ്. അതുമാത്രമല്ല, ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സത്യന്തിക്കാട് സാറാണ്. നമുക്കറിയാം സത്യന്തിക്കാട് ലാലേട്ടൻ കോംബോ വരുമ്പോൾ തന്നെ അതൊരു സംഭവമാണ്. പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും സത്യന്തിക്കാട് ലാലേട്ടൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ആ ഒരു മ്യൂസിക് എനിക്ക് ഓർമ്മ വരുന്ന എപ്പോഴും ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, എന്താണ് ദൃശ്യല്ലേ, ദൃശ്യല്ലേ ഉദ്ദേശിച്ചത്, എന്തായിരുന്നു നമ്മളെ രസേന്ദ്രം. കാരണം ശരിക്കും നമുക്കറിയാം ഒരു കെമിസ്ട്രി തന്നെയാണ് ശരിക്കും ലാലേട്ടൻ സത്യന്തിക്കാട് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവർ ഒരു ഗ്യാപ്പിന് ശേഷം ഒന്നിച്ച സമയത്ത് രസേന്ദ്രം എന്നൊരു മൂവിന്റെ പേരും അവർ അങ്ങനെ തന്നെ ഇടാനുള്ള ഒരു കാരണം അതായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു നാടൻ തനിമയിൽ വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗ്രാമ പശ്ചാത്തലം മൂവിക്കുണ്ടാവും. ഇപ്പം റീസെന്റ് ഇറങ്ങിയ സത്യന്തിക്കാട് പടങ്ങളിൽ കുറച്ചും കൂടി ഒരു കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള റിയലിസ്റ്റിക് സ്വഭാവമാണ്, ഒരു ഫീൽ ഗുഡ് സ്റ്റൈലാണുള്ളത്. അദ്ദേഹത്തിന്റെ പടം എന്ന് പറയുന്നത് തന്നെ എപ്പോഴും ഒരു ഫീൽ ഗുഡ് ആണ്. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ടീസർ വന്ന സമയത്ത് തന്നെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ നല്ല രസമുള്ള എക്സ്പ്രഷൻസും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് ഇതിന്റെ സംഗീത് പ്രതാപ് ഉണ്ട്, മാളവിക മോഹൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ കുറേ പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റേഴ്സ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. പ്രത്യേകിച്ച് ലാലേട്ടന്റെ ലുക്ക്, പിന്നെ അതുപോലെ സംഗീത് പ്രതാപ്, ലാലേട്ടൻ, മാളവിക, ഒരു 3 പേരും കോമ്പിനേഷൻ വരുന്നതും, പ്രത്യേകിച്ച് ലാലേട്ടന്റെ കൂടെ സംഗീത് പ്രതാപ് വരുന്നത്. നമുക്കറിയാം ലാലേട്ടൻ ആരുടെ കൂടിയും നല്ല രീതിയിലുള്ള കെമിസ്ട്രി, അതിപ്പോ ഹീറോയിൻ ആയാലും ശരി, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആയാലും ശരി, സഹ ആക്ടേഴ്സിന്റെ കൂടെ അടക്കം ഭയങ്കര രസമാണ് ആ ഒരു കെമിസ്ട്രി. പ്രത്യേകിച്ച് നമ്മുടെ ജഗതി ചേട്ടന്റെ കൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ മുകേഷ് ചേട്ടന്റെ കൂടെ ആണെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതേ ഒരു കോമ്പിനേഷൻ എഗെയിൻ ആവർത്തിക്കുമോ എന്നുള്ളത് കൂടി സംഭവം ഒന്ന് അറിയാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. എന്താണ് ആ ട്രെയിലറിന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് നാളെയാണ് പടം റിലീസ് ആകാൻ പോകുന്നത്. ഇന്നലെയാണ് ട്രെയിലർ വന്നത്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇന്നലെ ഫുൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ കാണാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളെ കൂടെ ഇരുന്ന്, പ്രത്യേകിച്ച് ലാലേട്ടന്റെ പടം ആവുന്ന സമയത്ത് അതൊരു ഭയങ്കര സംഭവമാണ് ആസ് എ ലാലേട്ടൻ ഫാൻ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ ഒരു ട്രെയിലർ കാണാം. ഹൃദയപൂർവ്വം ലാലേട്ടൻ, അങ്ങനെ പറയുവാണെങ്കിൽ. നമ്മൾ മറച്ചു വെക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ പോലും അറിയാതെ വാതിൽപ്പഴുതിലൂടെ കടന്നു വരുന്ന ഒരു കാറ്റ് പോലെ നമ്മളെ വന്ന് തലോടുകയും, അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാറ്റാകും. അതിന്റെ അഗാധമായ ആർദ്ര തലങ്ങളിൽ നമ്മളൊന്ന് ആടി ഉലയുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോ പതറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിലാണ് ഞാൻ. സംഗീത് പ്രതാപ് ഏകദേശം വാവ്, നല്ല സ്കോറ്. ആരാ ചെയ്തേക്കണേ? അത് നമ്മളെ റീയുണൈറ്റിംഗ് അല്ലേ ഒരു ആക്ട്രസ്. വാവ്, പൊളി ഫ്രെയിംസ്, ഒരു ഫീൽ ഗുഡ് ഗ്യാരണ്ടി. വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അമ്മ ആ അങ്കിളിനെയാണ് കെട്ടിയിരുന്നെങ്കിലേ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു അച്ഛനെ കിട്ടിയത്. ചിരി. ഇത് കംപ്ലീറ്റ് ഒരു എക്സ്പ്രഷൻ വൈബ് ആട്ടോ. വാവ്. അതെന്തോ പോലീസ് പിടിച്ചെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സീൻ, എനിക്കൊന്ന് അല്ല രാത്രി നൈറ്റ് ഡ്രൈവിന് പോയതോ അങ്ങനെ എന്തോ സംഭവം എൻ്റെ കാണിച്ചേ. പക്ഷെ ലാലേട്ടന്റെ ആ ഒരു രസങ്ങളുണ്ടല്ലോ മുഖത്ത് വരുന്ന, പ്രത്യേകിച്ച് ആ ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസിലും ഭയങ്കര ഒരു ഫീല് തരുന്നുണ്ട്. ആൻഡ് മ്യൂസിക് ആരാ ചെയ്തെന്ന് അറിയില്ല കേട്ടോ.
മ്യൂസിക് ഇതില് ആരായിരുന്നു? കാരണം നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മ്യൂസിക്കിൻ്റെ അകത്ത്. ആ ഒരു സത്യന്തിക പടങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഗുഡ് സാധനം ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കുറച്ചൊരു വൈബ് ബീറ്റും ജസ്റ്റിൻ പ്രഭാകരൻ വെറുതെ അല്ല, നല്ല ആ ഒരു ബീറ്റ് സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ പറയില്ലേ, ആ ഒരു ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് തന്നെ ഭയങ്കര രസം. അതായത് ആ ഒരു കാവ്യാത്മകമായിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്ന ആ ഒരു സിംഗിൾ ഷോട്ടിൽ ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് ആ ലാലേട്ടൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സംഗീത് നന്നായിട്ട് ആ ഒരു കോമ്പിനേഷൻ അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ജസ്റ്റ് ഒരു ട്രെയിലറാണ്, ട്രെയിലറിൽ തന്നെ ആ ഫസ്റ്റ് സീനിൽ കാണിച്ചപ്പോൾ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി കാണിക്കുകയും ചെയ്തു. തന്നെ അതിനുശേഷം വന്ന ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമും ലാലേട്ടന്റെ ലുക്ക് രക്ഷയിലാണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എക്സ്പ്രഷൻസ് എന്താ പറയുക മൈൻഡ് ബ്ലോയിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഓണം ലാലേട്ടന്റെ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അതിനുള്ളൊരു സാധനമുണ്ട്. അതായത് ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പുള്ള ഒരു സംഭവമൊന്നുമില്ല, ഭയങ്കര സിമ്പിൾ ഫീൽ ഗുഡ് ഒരു ഫീലാണ് കിട്ടിയത്. കാരണം കുറെ ട്വിസ്റ്റോ അല്ലെങ്കിൽ ട്രെയിലർ കണ്ട് വാവ് എന്ന് ഫീൽ ചെയ്യുന്നത് മറ്റേ ഒരു സസ്പെൻസ് ഫാക്ടറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നല്ല. ഒരു പക്ക ഓണം വൈബ് മൂവി ആയിരിക്കും എന്ന് തോന്നുന്നു. ആ ഒരു ഫെസ്റ്റിവൽ മോഡല്ല, ഒരു ഫീൽ ഗുഡ് വൈബ് മോഡായിരിക്കും എന്ന് തോന്നുന്നുണ്ട് കാണുന്ന സമയത്ത്. എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത് തന്നെയാണ്. സത്യന്തിക്കാട് മൂവി എന്ന് പറയുമ്പോൾ അതൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. അതിന്റെ കൂടെ ലാലേട്ടനും കൂടി വരുന്ന സമയത്ത് അതൊരു ഡബിൾ ഫീൽ ഗുഡ് ആവണം. ആൻഡ് എപ്പോഴും ലാലേട്ടൻ ഇങ്ങനെ ചിരിച്ച് ആ ഒരു കുറച്ച് കോമഡിയൊക്കെ കാണിച്ച് കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ട് കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പൊ അത് നമ്മള് തുടരും മൂവിൻ്റെ അകത്തും കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ അങ്ങോട്ടൊക്കെ മാറുന്നുണ്ടെങ്കിലും നമ്മൾ അറിയില്ല, ആ ഒരു കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാലം കഴിഞ്ഞു എന്നും ഇനി അങ്ങോട്ട് ഇല്ല എന്നൊക്കെ. പക്ഷെ അതൊന്നല്ല, ഇപ്പം ഗംഭീരമായിട്ട് തന്നെ പല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സിനിമകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇനിയും വലിയ പ്രൊജക്ടുകൾ വരാനിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ലാലേട്ടൻ ഇനിയും തുടരും. ഇതൊന്നും ഒരു എൻഡ് അല്ല, ജസ്റ്റ് എ ബിഗിനിങ്. അത്രമാത്രമേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഗംഭീര എക്സ്പെക്ടേഷൻ ഉണ്ട്. നാളെയാണ് പടം റിലീസ്. ഞാനിപ്പോ കുറച്ചായിട്ട് മൂവീസ് ഒന്നും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല. കാരണം കുറച്ച് ലൈഫിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് കാണണമെന്നുണ്ട്. തിരിച്ച് കംബാക്ക്, എനിക്കൊരു കംബാക്ക് നടത്തണമെന്നുണ്ട്. മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളായിരുന്നു. ഇപ്പൊ കുറച്ചാലായിട്ട് നിർത്തി. അപ്പൊ എന്തായാലും ഒന്നും കൂടി ഒന്ന് ഈ ഹൃദയപൂർവ്വത്തിലൂടെ എന്നെ ഒന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ മൂവിയുടെ റിവ്യൂ കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും നാളെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. Bye.